ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഞാനൊരു 3-4 ദിവസം മുമ്പ് ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ലൈക്ക് കണ്ണിൻ്റെ പ്രശ്നങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും ഒരു സൈഡ് മൊത്തം ഇങ്ങനെ വീർത്തിങ്ങനെ ഇരിക്കണമൊക്കെ ആയിട്ട് ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇങ്ങനെ പ്രശ്നങ്ങളായിരുന്നു. അപ്പം അതിൻ്റെ ഒരു അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ, ഡോക്ടറെ ഞാൻ പോയി കണ്ടു എന്നുള്ളത് ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ ഞാൻ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞ് നമുക്ക് അതിനെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതിന് മുമ്പ് ഈ വീഡിയോ ഇട്ട സമയത്ത് കുറേ പേര് എൻ്റെ അടുത്ത് കുറേ വിഷസ് വന്നു. അപ്പം താങ്ക് യു സോ മച്ച്. നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് വന്ന് വിഷസൊക്കെ പറഞ്ഞല്ലോ. ഞാനോർത്ത് ഞാനാണെങ്കിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ്, ദൈവം എന്ത് ചെയ്യും ഇനി. കാരണം എക്സാമിൻ്റെ അന്ന് ഞാൻ രാവിലെ പോയായിരുന്നല്ലോ. അപ്പം അടുത്ത ദിവസം എനിക്ക് എക്സാം ഉണ്ട്. എക്സാമിൻ്റെ അന്ന് രാവിലെ ഞാൻ പോയ സമയത്ത് എനിക്കാണെങ്കിൽ പീരിയഡ്സും കൂടി ആയി. ഭയങ്കരമായിട്ട് ഈ കുരുവിൻ്റെ വേദനയാണ്. എനിക്ക് മൂക്ക് തൊട്ടിട്ട് ഈ ചെവി വരെ എനിക്ക് വേദനയായിരുന്നു, ഭയങ്കര വേദന. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തലവേദനയും കൂടെ ഫുൾ എല്ലാം കണക്റ്റഡ് ആണല്ലോ നെർവസ് സിസ്റ്റം. അപ്പോഴത്തേക്ക് എനിക്ക് തലവേദനയാണ്. അപ്പം ഞാൻ രാവിലെ തന്നെ പഠിക്കാൻ വേണ്ടി പോയി. അവിടെ എന്നിട്ട് എനിക്കിങ്ങനെ ഇങ്ങനെ വരിക, ഛർദ്ദിക്കാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സിൽ കയറി എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ ബാത്റൂമിലേക്ക് ഓടി. എനിക്കിങ്ങനെ ഛർദ്ദിക്കാൻ വരിക. അപ്പോഴത്തേക്ക് ഞാൻ അമ്മേനെ വിളിച്ചിട്ടാണെങ്കിൽ ഒറ്റ കരച്ചില്ല, അമ്മ എനിക്കറിയില്ല എന്താ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നതെന്ന് അമ്മയോട് പറയുന്നതും എൻ്റെ അടുത്ത് ലക്ഷ്മി ഉണ്ടായിരുന്നു. ലക്ഷ്മി പെട്ടെന്ന് ഫോൺ എടുത്ത് എനിക്ക് ഛർദ്ദിക്കാൻ വരും, ഞാനിങ്ങനെ സിങ്കിൽ പോയതിന് നോക്കാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭയങ്കര ഒരു എന്താണെന്ന് എനിക്കറിയില്ല, ഭയങ്കര ഒരു ലൈക്ക് പീരിയഡ്സിൻ്റെ വേദന, ഛർദ്ദിക്കുന്നത്, അതുപോലെ തന്നെ തലവേദന, കുരുവിൻ്റെ വേദന എല്ലാം കൂടെ ഭയങ്കര മെസ്റ്റപ്പായിരുന്നു. ആൻഡ് എക്സാം എഴുതാനാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു എക്സാം എഴുതാൻ. കാരണം അവിടെ ഇരുന്ന് എഴുതുന്ന സമയത്ത് നമ്മൾ 3 മണിക്കൂർ ഇരിക്കണമല്ലോ. ഞാൻ 2-2.25 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റ് പോയി. കാരണം ഞാൻ വേഗം ഒന്നാമത് പേപ്പർ തീർത്തു, പിന്നെ എനിക്ക് പറ്റൊന്നും കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്ക് ഞാൻ വേഗം അവിടെ നിന്ന് അങ്ങ് എണീറ്റ് പോയി. അപ്പോൾ എന്നിട്ടാണെങ്കിൽ പിന്നെ അതിന് ശേഷമാണ് എന്താ പറയുക, പിന്നെയും എനിക്കാണെങ്കിൽ സങ്കടമാവും കേട്ടോ. കാരണം നമ്മുടെ ഫൈനൽ എക്സാം ആണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അമ്മയോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അമ്മ സീനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അമ്മയാണെങ്കിലും മെൻ്റൽ സപ്പോർട്ടൊക്കെ തന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഓക്കെ, എന്തായാലും എന്താ പറയുക, ഡോക്ടറെ കാണിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇവിടെ SG പാളയിൽ 2 ക്ലിനിക്കൊക്കെ പോയി നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ അടച്ചു കിടക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഓർത്തു, ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് വേറൊരു സ്ഥലത്ത് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് വാസന ഐ കെയറിലാണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ കണ്ടിട്ട് ഇതെന്താ കണ്ണിങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഡോക്ടർ അത് ചോദിക്കാനാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, ഇതെന്താ എൻ്റെ കണ്ണിങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഡോക്ടറാണെങ്കിൽ കുറേ കണ്ണ് നോക്കി, എൻ്റെ കണ്ണിൻ്റെ പവറിൻ്റെ പ്രശ്നമൊന്നുമില്ല, കണ്ണിൻ്റെ പവറൊക്കെ ഓൾറൈറ്റ് ആണ്, പക്ഷെ എന്താ സംതിങ് മിസ്സിങ് എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറൊക്കെ നോക്കി എനിക്ക് ആൻറ്റിബയോട്ടിക് തന്നു. എൻ്റെ ഡോക്ടർ പറഞ്ഞു, ഈ ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് കുറയുന്നില്ലെങ്കിൽ പോയി സർജറി ചെയ്യേണ്ടി വരും. പണ്ട് ഞാൻ ഇവിടെ എനിക്കൊരു കൺപീലയുടെ ഇവിടെ ഒരു കുരു വന്ന സമയത്ത് അത് കുറഞ്ഞിട്ട് ഇവിടെ സ്റ്റില്ലൊരു മുഴ പോലെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് പോയിട്ട് സർജറി ചെയ്തിട്ടാണ് കളഞ്ഞത്. അപ്പം ഞാൻ ഓൾറെഡി അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും എന്നോട് ഇങ്ങനെ പറഞ്ഞു സർജറി ചെയ്ത് കളയേണ്ടി വരും. അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ വാവ് ഇനി അടുത്തത് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ സർജറിയുടെ ആവശ്യമൊന്നും വേണ്ടി വന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നു, മരുന്ന് കഴിക്കാൻ തുടങ്ങി, ആൻറ്റിബയോട്ടിക്സ് കഴിക്കാൻ തുടങ്ങി. അതിനോട് തന്നെ ഒരു ഓയിൽമെൻറ്റും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 കൂടെ കഴിക്കാൻ തുടങ്ങി. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കുറഞ്ഞു വന്ന് ഇപ്പം ഇങ്ങനെയായി. ഈ താഴത്തെ തടിപ്പൊക്കെ കുറഞ്ഞു, ഇവിടുത്തെ തടിപ്പാണെങ്കിലും ഒന്ന് അല്ലേ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുണ്ടോ. അന്നത്തെ അവസ്ഥ ഇവിടെ സൈഡ് ഇങ്ങനെ പൊങ്ങിയിരിക്കുക. കാരണം ഞാൻ കോളേജിൽ പോകുമ്പോൾ എല്ലാവരും എന്താടാ കണ്ണി പറ്റിയെന്നായിരുന്നു. ആൻഡ് അതിൻ്റെ കൂടെ പറയാൻ വേറൊരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ കമൻസ് കാണുമ്പോൾ കുറച്ച് പേരൊക്കെ ആണെങ്കിൽ നിനക്കിത് തന്നെ വേണം, നീ ഫ്രണ്ട്സിനോട് കറങ്ങാൻ പോകുന്നു, നീ മേക്കപ്പ് ഇടുന്നൊക്കെ നിനക്ക് ഇങ്ങനെ തന്നെ വേണം. എൻ്റെ പൊന്നെ ചേട്ടാ, എനിക്കറിയില്ല എന്താ ഇതിനൊക്കെ പറയേണ്ടതുള്ളത്. എനിക്ക് ആദ്യം കണ്ടിട്ടാണെങ്കിൽ ചിരിയും വന്നു. പിന്നെ ഞാർക്ക് ഇവരൊക്കെ എന്താ ഇങ്ങനെ സാഡിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എവിടെ നിന്ന് വരുന്ന എൻ്റെ ദൈവമേതായിരുന്നു. കാരണം ഒരാൾക്കൊരു വേദനയാണ്, ഒരാൾക്കൊരു കണ്ണിലൊരു പ്രശ്നമാണ്, നിങ്ങൾക്കത് വിസിബിളി കാണാം. അപ്പോഴാണ് പറഞ്ഞത് നിനക്കിതൊക്കെ വേണം, നീ മേക്കപ്പ് ഇടുന്നു, നീ ഫ്രണ്ട്സിനോട് കറങ്ങാൻ പോകുന്നു, നിനക്കിത് തന്നെ വേണം. പിന്നെ ഞാൻ എന്താ ചേട്ടാ ഇവിടെ ചെയ്യേണ്ടത്? ഞാൻ കോളേജിൽ പഠിക്കാൻ വന്നിട്ട് ഞാൻ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? നിങ്ങളെന്താണ് ചെയ്യുന്നത്? അതെനിക്ക് അറിയണമെന്നുണ്ട്, നിങ്ങളെന്താണ് നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഉള്ളതും അതുപോലെ തന്നെ പിന്നെ ഞാൻ എന്തായിരുന്നു കണ്ടേ, നിനക്കൊക്കെ ഇതന്നെ വേണടി, നീ ഇതല്ല നിനക്ക് ഇതിനപ്പുറം വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചേട്ടന്മാര് അല്ലെങ്കിൽ ചേച്ചിമാര് എന്താണെങ്കിലും. അപ്പം എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥന തേച്ചിട്ടില്ല. കാരണം എൻ്റെ ഇത് കുറഞ്ഞു വന്നിട്ടുണ്ട്, ദൈവം എൻ്റെ കൂടെ ഞാൻ തോന്നുന്നു, എൻ്റെ ചെറുതായിട്ടൊക്കെ കുറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും അത്രേ ഉള്ളൂ. ഞാൻ ഇതിനെപ്പറ്റി പറയാൻ വന്നതാണ്. എൻ്റെ കണ്ണ് ഓക്കെയാണ് ഗേസ്, ഇപ്പോൾ ഒരു പ്രശ്നമില്ല, സീനൊന്നും ഇല്ലാണ്ട് നല്ല മിടുക്കി കുട്ടിയായിട്ടിരിപ്പുണ്ട്. അപ്പം നമുക്ക് എക്സാമാണ് നാളെ, ലാസ്റ്റ് എക്സാമാണ്. നാളത്തോടെ എല്ലാ പരിപാടികളും തീരെ. അപ്പം നാളത്തെ സ്പെഷ്യൽ വ്ളോഗ് ഉണ്ട്. ഐ മീൻ ലാസ്റ്റ് എക്സാം ക്രൈസ്റ്റിനോട് ചച്ച ബബ്ബായി പറയുന്നൊരു സംഭവമുണ്ട്. അപ്പം നമുക്ക് നാളെ വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ചച്ച ബബ്ബായി, സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.